എന്താണ് MSC എന്ന കാര്യത്തിൽ ഒരുപക്ഷെ ആളുകൾക്ക് വ്യക്തമായൊരു ധാരണ ഉണ്ടല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയാണ് MSC. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ MSCയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്നാണ് ഈ MSCയുടെ പൂർണ്ണരൂപം. അത് 5 ഭൂഖണ്ഡങ്ങളിലായി 100-ലധികം കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലുകൾ ഉള്ള ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയാണ്. അതാണ് MSCയുടെ കരുത്തും. അതുതന്നെയാണ് MSC വിഴിഞ്ഞത്ത് വന്നാൽ ഉണ്ടാകാൻ പോകുന്ന അനന്തമായ സാധ്യതകളുടെ അടിസ്ഥാനവും. ഈ 5 ഭൂഖണ്ഡങ്ങളിൽ സാന്നിധ്യമുള്ള ഒരു ഷിപ്പിംഗ് കമ്പനിയാണ് ഈ MSC എന്നത് തന്നെയാണ്. അവിടെ നിലവിലെ കണക്കുകൾ അനുസരിച്ച് ഏതാണ്ട് 137.9 കോടി ഡോളറിൻ്റെ ഒരു കരാറാണ്. അതായത് ഈ കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിദേശ സ്വകാര്യ നിക്ഷേപമാണ് വരാൻ പോകുന്നത്. കരാർ യാഥാർത്ഥ്യമായാൽ വരാൻ പോകുന്നത്. അതിലൂടെ നമുക്കറിയാം നമ്മുടെ അയൽ രാജ്യങ്ങളായ കൊളംബോ, ദുബായ്, സിംഗപ്പൂർ തുടങ്ങിയ മറ്റ് രാജ്യങ്ങളിലെ കണ്ടെയ്നർ ടെർമിനലുകളോട് കിടപിടിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം മാറും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത രാജ്യാന്തര കപ്പൽശാലയിൽ നിന്ന് 10 നോട്ടിക്കൽ മൈൽ മാത്രമാണ് വിഴിഞ്ഞം തുറമുഖത്തേക്കുള്ള ദൂരം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ സ്വാഭാവിക ആഴം 18 മുതൽ 20 മീറ്റർ വരെയാണ്. അതായത് വലിയ കപ്പലുകൾ, ഈ വലിയ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്ന ആഗോള കപ്പലുകൾ, കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് കപ്പലുകൾ, അതിനെ ലാർജ് വെസൽസ് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള വലിയ കപ്പലുകളുണ്ട്. അത്തരത്തിലുള്ള വൻ കപ്പലുകൾക്ക്, മദർഷിപ്പുകൾക്ക് വിഴിഞ്ഞത്തേക്ക് സ്വാഭാവികമായി എത്താൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടാകും. അതോടൊപ്പം 2028 ഡിസംബറോടെ നിലവിലെ ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കണ്ടെയ്നർ ശേഷി എന്ന് പറയുന്നത് 16 ലക്ഷം TEU ആണ്. അതിന് 2028 ഡിസംബർ 31 അതിൻ്റെ 3.5 ഇരട്ടി വർദ്ധിപ്പിച്ചുകൊണ്ട്, അതായത് ഏതാണ്ട് 57 ലക്ഷം TEU കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് വിഴിഞ്ഞത്തെ ഉയർത്തിക്കൊണ്ട് വരിക എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. അതോടൊപ്പം ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടുന്ന കാര്യം, നിലവിലെ ബർത്തിൻ്റെ നീളം 800 മീറ്ററിൽ നിന്ന് 2028 ഡിസംബറോടെ 2000 മീറ്ററായി ഉയർത്തുക എന്നൊരു വമ്പൻ പദ്ധതിയാണ് അവർ കാണുന്നത്. അതായത് ഏതാണ്ട് ഒരു 4-5 മദർഷിപ്പുകൾക്ക് ഒരേ സമയം സുഗമമായി വിഴിഞ്ഞത്തെത്തി ചരക്കിറക്കി അവിടെ നിന്ന് സുഗമമായി തന്നെ കടന്നു പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കും. MSC അവിടേക്ക് എത്തുന്നതോടെ, MSCയുടെ വൻ നിക്ഷേപം അവിടെ യാഥാർത്ഥ്യമാകുന്നതോടെ സമാനമായ തരത്തിൽ മറ്റ് രാജ്യാന്തര കപ്പൽ കമ്പനികളുടെ സാന്നിധ്യവും ശ്രദ്ധാകേന്ദ്രവുമായി വിഴിഞ്ഞം തുറമുഖം മാറുന്ന ഒരു അസാധാരണമായ ഒരു സാഹചര്യം ഉണ്ടാകും. അതിനെ പരമാവധി സംസ്ഥാനത്തിൻ്റെ വാണിജ്യ താല്പര്യങ്ങൾക്ക് അനുകൂലമായി പ്രയോജനപ്പെടുത്താൻ എങ്ങനെ കഴിയും എന്നതിലാകണം സംസ്ഥാന സർക്കാർ മുൻഗണന നൽകേണ്ടത്. അതിന് എത്ര കണ്ട് കഴിയും എന്നതാണ് പ്രധാനം. ഞാൻ മുമ്പേ പറഞ്ഞ പ്രധാനപ്പെട്ട വാചകം, എനിക്കത് അന്ന് അപ്പോൾ ലഭിച്ചില്ല. മൾട്ടി ലാർജ് കണ്ടെയ്നർ വെസൽസ്, അത്തരത്തിലുള്ള വെസൽസ് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആഗോള കപ്പലുകളുണ്ട്. ആ കപ്പലുകൾ സുഗമമായി വന്ന് ചരക്കിറക്കി വേഗത്തിൽ തന്നെ മടങ്ങാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു ഓട്ടോമേറ്റഡ് സംവിധാനത്തിലേക്ക് വിഴിഞ്ഞം തുറമുഖം മാറുന്നതോടെ അത് ദക്ഷിണേഷ്യയിലെ തന്നെയെന്നല്ല ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബായി ഇത് മാറും. കാരണം MSC 5 ഭൂഖണ്ഡങ്ങളിൽ ഉള്ള ഒരു ലോകത്തെ പ്രധാനപ്പെട്ട കപ്പൽ നിർമ്മാണ കമ്പനിയാണ്, അല്ല കപ്പൽ കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ സാന്നിധ്യം ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും. അവിടെ ഡാൻ, ഒരു പ്രധാനപ്പെട്ട സംശയം ഒരു പക്ഷേ പൊതുസമൂഹത്തിനുണ്ടാവുക, ഇതുവരെ ചിത്രത്തിലില്ലാത്ത ഒരു കമ്പനി വന്ന് ഓഹരി സ്വന്തമാക്കുന്നതിലോടുകൂടി നമ്മൾ അദാനിക്ക് അല്ലെങ്കിൽ ഈ പോർട്ടിന് വേണ്ടി വിട്ടുകൊടുത്ത അല്ലെങ്കിൽ അന്ന് അവിടുന്ന് ഒഴിഞ്ഞുകൊടുത്ത മത്സ്യത്തൊഴിലാളികൾക്കൊക്കെ എന്ത് സംഭവിക്കുമെന്നൊരു ചോദ്യമാണ്. അതായത് ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം കൂടി ഈ പുതിയ കമ്പനിക്ക് MSCക്ക് ലഭിക്കുമോ എന്ന ചോദ്യം കൂടി ഉണ്ടാവുന്നുണ്ട്. നമുക്കതിന് കൊടുക്കാൻ കഴിയുന്ന ഉത്തരം എന്താണ്? അതായത് നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി സ്ഥലം ഏറ്റെടുത്തത് സംസ്ഥാന സർക്കാരാണ്. അവിടെ ഈ അദാനി ഗ്രൂപ്പിന് അതുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. മാത്രമല്ല, ഈ പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള പുനരധിവാസ പാക്കേജ് ഉണ്ട്. അതിന് പുറമെയാണ് ഇപ്പോൾ ഇതിൻ്റെ 2ാം ഘട്ട നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയും അത് 3ഉം 4ഉം ഘട്ടങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉന്നയിച്ച ആശങ്കകൾക്ക് മറുപടി നൽകിക്കൊണ്ട്, വ്യക്തത വരുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്ന ഉറപ്പ് 5 ഉറപ്പുകൾ ലഭിച്ചാൽ മാത്രമേ, അതായത് ദേശീയ സുരക്ഷയും നിക്ഷേപ സാധ്യതകളും അതോടൊപ്പം മത്സ്യത്തൊഴിലാളികളുടെ
ആശങ്കകൾ അല്ലെങ്കിൽ അവരുടെ ഉപജീവന മാർഗത്തെ ഒരു തരത്തിലും വിഴിഞ്ഞം തുറമുഖത്തിന്റെ തുടർ വികസനം പ്രതികൂലമായി ബാധിക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അത് യാഥാർത്ഥ്യമാകുകയുള്ളൂ എന്ന് അദ്ദേഹം നിയമസഭയെ അറിയിച്ചിട്ടുണ്ട്. അതിൽ ഒരു സർക്കാരിന് ഒരിക്കലും ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരിന് പിന്തിരിഞ്ഞ് പോകാൻ കഴിയില്ല. നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ ഉയർന്ന ആശങ്കകളും അതിന് പേരിൽ നടന്ന സമാനതകളില്ലാത്ത സമര പരമ്പരകളുമൊക്കെ. അതിനിടയിലാണ് ഈ ആശങ്കകൾ കൂടി ഉയർന്നു വരുന്നത്. സ്വാഭാവികമായി മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗത്തെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിലേക്ക് വികസനവുമായി മുമ്പോട്ട് പോകാൻ കഴിയില്ല. അത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കും. അതുകൊണ്ട് തന്നെ ആ ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് മാത്രമേ സംസ്ഥാന സർക്കാരിന് ഇതിന് അനുമതി നൽകാൻ കഴിയൂ. എന്ന് മാത്രമല്ല ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിൽ ഒരു തരത്തിലെ MSCക്ക് പങ്കാളിത്തം ഉണ്ടാവില്ല. ഒരു കാരണവശാലും ഉണ്ടാകില്ല. ഒരു കാരണവശാലും ഉണ്ടാകില്ല. ശരി, അതാണ് സാഹചര്യം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.